ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. LBS MC എൻട്രൻസ് 2025 ടോക്കൺ ഫീ റീഫണ്ട് ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ LBSൻ്റെ സൈറ്റിൽ കയറുക. അതിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷൻ കാണും. അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ കയറി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് റീഫണ്ടിൻ്റെ ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ കയറിയിട്ട് റീഫണ്ടിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് വിത്തിൻ 3 months നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് റീഫണ്ട് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഈ റീഫണ്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ടോക്കൺ ഫീ പേ ചെയ്തിട്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത സ്റ്റുഡൻസ്, പിന്നെ ടോക്കൺ ഫീ അടച്ചിട്ട് അതിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാതെ വേറെ മാനേജ്മെൻറ്റ് വഴി കയറിയ സ്റ്റുഡൻസ്, ഇങ്ങനെ എല്ലാവർക്കും റീഫണ്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ മെയിൻ നോട്ടിഫിക്കേഷനിൽ ലാസ്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇഫ് യു ആർ എലിജിബിൾ ഫോർ അപ്ലൈയിങ് ടോക്കൺ ഫീ റീഫണ്ട്, അപ്പോൾ തന്നെ നിങ്ങൾ റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ റീഫണ്ടിൻ്റെ പ്രോസസ്സിൻ്റെ ഒരു ഡെമോ അല്ല, ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ആൻഡ് അത് ലാസ്റ്റ് ഇയറിൻ്റെ ആണ്. അത് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് ഈ ഇയർ ഇൻ്റർഫേസൊക്കെ സെയിം ആയിരിക്കണമെന്നില്ല, മേ ബി സെയിം ആയിരിക്കും, മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് അതിലെന്തൊക്കെയാണോ ഉള്ളത് അതേപോലെ ചെയ്യാം. താങ്ക് യു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2024 അലോട്ട്മെൻറ്റിന് ടോക്കൺ ഫീ എല്ലാം അടച്ചിട്ട് ലാസ്റ്റ് അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത സ്റ്റുഡൻസിന് റീഫണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ലോഗിൻ ചെയ്യുന്നത് പോലെ LBS സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്യാം. ആൻഡ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ മുകളിൽ 3 ലൈൻസ് ഉണ്ട്. ആ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടോക്കൺ ഫീ റീഫണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ താഴെ നമുക്ക് ഇത് ഫില്ല് ചെയ്യാനുണ്ട്. അതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ നെയിം, പിന്നെ അതിൻ്റെ ബ്രാഞ്ച് നെയിം കൊടുക്കണം. പിന്നെ അതിൻ്റെ പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് ഫോട്ടോ എടുത്ത് കൊടുക്കണം. JPG ഓർ PDF ഫയലായിട്ട് കൊടുത്താലും മതി. ആൻഡ് ഇതിൻ്റെ മാക്സിമം സൈസ് 100 KB ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പിന്നെ എന്തിനാണ് നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തത് അതിൻ്റെ റീസണും കൂടി ഇതിൽ കൊടുത്തിട്ട് സബ്മിറ്റ് ഫോർ റീഫണ്ട് കൊടുക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടി ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് മാത്രം സബ്മിറ്റ് കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മതി. വിത്തിൻ 3 months നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഇപ്പോൾ ചില സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ടോക്കൺ ഫീ അടച്ച സ്റ്റുഡൻസിനും ചിലർക്ക് അടച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഉള്ളവർ LBSൻ്റെ IT ടീമിലോട്ട് മെയിൽ അയച്ചാൽ മതി. നിങ്ങൾ ടോക്കൺ ഫീ അടച്ച റെസിപ്റ്റ്, അതിലുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം വെച്ചിട്ട് IT ടീമിന് മെയിൽ അയച്ചാൽ മതി. അവർ റിസോൾവ് ചെയ്ത് തരും. പിന്നെ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LBS സെൻറ്ററിനെ വിളിക്കാം, അല്ലെങ്കിൽ അവർക്ക് മെയിൽ അയച്ചും നിങ്ങളുടെ ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. താങ്ക്